നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് 8086 പ്രോഗ്രാമുകൾ ചോദിക്കും. ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഫ്രം എ ഗിവൺ സീരീസ് ഓഫ് സൈൻഡ് നമ്പേഴ്സ്. നമുക്കൊരു ഗിവൺ സീരീസ് തരും, ഒരു സൈൻഡ് നമ്പേഴ്സ് തരുവാണെങ്കിൽ അതിനകത്ത് എത്ര നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് എത്ര നമ്പർ ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടെന്നുള്ള ഒരു പ്രോഗ്രാം എഴുതാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാത്സ് പ്രോഗ്രാമാണ് നമ്മളിവിടെ എഴുതുന്നത്. ആദ്യം നമ്മൾ അസ്യൂം CS കോഡ് DS ഡേറ്റ, അതെല്ലാവർക്കും അറിയാം. കോഡ് സെഗ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെഗ്മെൻറ്റുകളായിട്ട് ആ പ്രോഗ്രാം എഴുതുന്നത്. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സെഗ്മെൻറ്റുകളെ സാധാരണയായിട്ട് നമ്മൾ ഡേറ്റ എന്ന് ആ സെഗ്മെൻറ്റിന് ഒരു പേര് കൊടുക്കും, ഡേറ്റ. അതേപോലെ പ്രോഗ്രാം എഴുതുന്ന സെഗ്മെൻറ്റിനെ നമ്മൾ കോഡ് സെഗ്മെൻറ്റ് എന്നുള്ളൊരു വിളിപ്പേര് വിളിക്കും. എന്നിട്ട് നമ്മൾ CS കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിലും DS രജിസ്റ്ററിനോടും നമ്മുടെ സെഗ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനാണ് അസ്യൂം കീവേഡ് ഉപയോഗിക്കുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ഇനി നമ്മൾ ഡാറ്റ സെഗ്മെൻറ്റിനകത്തോട്ട് വന്നിട്ട് നമുക്ക് വേണ്ടുന്ന വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ഒരു അറേ ഡിഫൈൻ ചെയ്തു. ലിസ്റ്റാണ് എൻ്റെ അറേ, അതൊരു വേർഡ് ടൈപ്പ് അറേയാണ്. അപ്പോൾ ലിസ്റ്റ് DW, ഇവിടെ ഞാൻ 5 വേർഡ് നമ്പേഴ്സാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ആ വേർഡ് നമ്പേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ വേർഡ് നമ്പർ 2579, രണ്ടാമത്തത് 0A500H. അവിടെ നമ്മൾ 5 ഡിജിറ്റ് എഴുതാൻ കാരണം നമ്മുടെ നമ്പർ ഹെക്സാഡെസിമൽ നമ്പർ എയിലല്ലേ സ്റ്റാർട്ട് ചെയ്തത്. എയിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ പ്രൊസീഡ് ചെയ്ത് ഒരു 0 എഴുതണം. അടുത്തത് C സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് പ്രൊസീഡ് ചെയ്ത് നമ്മൾ 0 എഴുതിയത്. ഇനി 0159 എന്ന് പറയുമ്പോൾ 4 ഡിജിറ്റേ ഉള്ളൂ. അടുത്തത് B സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്ത് എന്തിട്ടത് 0 ഇട്ടത്. ഓക്കെ, അപ്പം നമ്മൾ 5 നമ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്പേഴ്സ് ആയിട്ടുള്ളത് ഇട്ട് കഴിഞ്ഞാൽ 4 ഡിജിറ്റുള്ള വേർഡ് ആയതുകൊണ്ട് 4 ഡിജിറ്റ് വേണം. അപ്പം 4 ഡിജിറ്റുള്ള നമ്പേഴ്സ് നമ്മൾ അവിടെ എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു, 4 ഡിജിറ്റുള്ള 5 നമ്പേഴ്സ് ലിസ്റ്റിലോട്ട് ഡിഫൈൻ ചെയ്തു. ഇനി കൗണ്ടിൻ്റെ വാല്യൂ ഇക്കോ 05 ആക്കി. അപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ ഈക്വൽസ് എത്രയായി, 5 ആയി. 5 നമ്പേഴ്സാണ് നമ്മളിവിടെ ലിസ്റ്റിൽ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ഡാറ്റ സെഗ്മെൻറ്റ് എൻഡ് ചെയ്തു, ഡാറ്റ എൻഡസ് ചെയ്തു. ഇനി നമ്മൾ കോഡ് സെഗ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. കോഡ് സെഗ്മെൻറ്റിനകത്ത് സ്റ്റാർട്ട് അസംബ്ലർ ഡയറക്റ്റീവ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, XOR BX എന്ന് പറഞ്ഞാൽ BX ക്ലിയർ ചെയ്യുക ചെയ്യുന്നത്. മൂവ് BX 000H ഇക്വലൻ്റ് ആണ് XOR BX എന്ന് കൊടുത്തു കഴിഞ്ഞാൽ BXൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയി പോകും. അതേപോലെ XOR DX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DXും എന്ത് ചെയ്തു, ഇപ്പോൾ ക്ലിയർ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ സെഗ്മെൻറ്റ് അഡ്രസ്സ് കോഡ് സെഗ്മെൻറ്റിനോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് AX, ഡേറ്റ മൂവ് DS, AX. അത് സാധാരണ നമ്മുടെ മാസം പ്രോഗ്രാം എപ്പോഴും എഴുതുമ്പോഴെല്ലാം സെഗ്മെൻറ്റ് രജിസ്റ്ററിലോട്ട് ഡാറ്റ സെഗ്മെൻറ്റ് അഡ്രസ്സ് പാസ് ചെയ്യാൻ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അത് മാൻഡേറ്ററി ആയിട്ട് എഴുതണം. പിന്നെ നമ്മൾ അത് എല്ലാ പ്രോഗ്രാമിലും നമുക്ക് എഴുതേണ്ട സ്റ്റേറ്റ്മെൻറ്റാണത്. പിന്നെ അതിന് ശേഷം CL രജിസ്റ്ററിലോട്ട് നമ്മൾ എന്തിട്ടു, കൗണ്ട് ഇട്ടു. അപ്പോൾ CLൽ ഇപ്പോൾ എന്ത് വന്നു, 5 വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇൻഡെക്സ് രജിസ്റ്ററായ SIനെ എങ്ങോട്ട് പോയിന്റ് ചെയ്യിച്ചു, ലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലോട്ട് പോയിന്റ് ചെയ്യിച്ചു. അതിന് വേണ്ടിയിട്ടാണ് മൂവ് SI, ഓഫ്സെറ്റ് ലിസ്റ്റ് എന്ന് ഞാൻ എഴുതിയേക്കുന്നത്. ഓക്കെ, മൂവ് SI, ഓഫ്സെറ്റ് ലിസ്റ്റ് എന്ന് എഴുതിയേക്കുന്നത് എന്താ, SI എങ്ങോട്ട് പോയിന്റ് ചെയ്തു, ലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലോട്ട് പോയിന്റ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം, LEA SI, ലിസ്റ്റ് എന്ന് കൊടുത്താലും മതി. ഇനി ഞാൻ എന്ത് ചെയ്തു, മൂവ് AX, കണ്ടന്റ് ഓഫ് SI. അപ്പോൾ AX രജിസ്റ്ററിൽ കണ്ടന്റ് ഓഫ് SI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പറായ 2579 എന്ന് പറയുന്ന നമ്പർ എവിടെ വരും, AXലോട്ട് വരും. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ, ഈ AXലെ കണ്ടന്റ് ലെഫ്റ്റിലോട്ട് ഒരു ബിറ്റ് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ലെഫ്റ്റ് AX 01. അപ്പം നമ്മുടെ MSB ബിറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിലിരിക്കുന്നത് നെഗറ്റീവ് നമ്പറാണ്. MSB ബിറ്റ് 0 ആണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്പർ പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ഞാൻ AX ഒരു ബിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ആ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിൻ്റെ വാല്യൂ ക്യാരി ഫ്ലാഗിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ പിന്നെന്താ എഴുതി വെച്ചേക്കുന്നത്, ജമ്പ് ഓൺ ക്യാരി എന്ന് വെച്ചാൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ആയിട്ടുണ്ട് എങ്കിൽ നെഗ് എന്ന് പറയുന്ന ലേബലിലോട്ട് വരിക. നെഗ് എന്ന് പറയുന്ന ലേബൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടെ എന്താ എഴുതി വെച്ചേക്കുന്നത്, DX കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പം DX കൗണ്ട് എന്ന് പറയുന്നത് എന്താ, നെഗറ്റീവ് നമ്പറിൻ്റെ കൗണ്ടായിട്ടാണ് ഞാൻ DXനെ എടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആഡ് SI, 02 കൊടുത്തു. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, SI ഇനി പോയിന്റ് ചെയ്യേണ്ടത് അടുത്ത നമ്പർ എടുക്കണ്ടേ, അടുത്ത വേർഡ് നമ്പർ എടുക്കണ്ടേ. അപ്പം വേർഡ് ആയതുകൊണ്ട് 2 ബൈറ്റ് അല്ലേ വേർഡ്, അതുകൊണ്ടാണ് നമ്മൾ ആഡ് SI, 02 ഇട്ടത്. അപ്പോൾ ഇനി ഞാൻ SI പോയിന്റ് ചെയ്യുന്നത് 0A500H എന്ന് പറയുന്ന ആ നമ്പറിലോട്ടായിരിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്തു, കൗണ്ട് ഒന്ന് കുറച്ചു, ഡിക്രിമെൻറ്റ് CL, ജമ്പ് നോട്ട് 0 എന്ന് വെച്ചാൽ കൗണ്ട് 0 ആകുമ്പോഴാണ്
സീറോ ഫ്ലാഗ് സെറ്റ് ആവുന്നത്. ഇവിടെ കൗണ്ട് ഒന്ന് കുറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൗണ്ട് 4 ഇനി ഇപ്പം നോട്ട് സീറോ ആണ്. വീണ്ടും നമ്മൾ എങ്ങോട്ട് പോകുന്നു? എഗെയിനിലോട്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൂവ് AX, കണ്ടന്റ് ഓഫ് SI, ദാറ്റ് ഈസ് സെക്കൻഡ് നമ്പർ എടുക്കുന്നു. ഇപ്പം AXൽ സെക്കൻഡ് നമ്പർ വന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ നമ്പറിൻ്റെയും എന്താണ് MSB ബിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ MSB ബിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം ആ MSB ബിറ്റ് മൂവ് ചെയ്ത് ക്യാരിയിൽ വരും. അപ്പോൾ ക്യാരി ഫ്ലാഗ് സെറ്റാണോ എന്ന് നോക്കും. ക്യാരി ഫ്ലാഗ് സെറ്റാണെങ്കിൽ നമ്മൾ ഏത് കൗണ്ട് കൂട്ടുന്നു? DX കൗണ്ട് കൂട്ടുന്നു. അതല്ല ക്യാരി ഫ്ലാഗ് സെറ്റ് ആവുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പോസിറ്റീവ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ BX ആണ് കൂട്ടുന്നത്. അപ്പോൾ DX കൂട്ടുന്നത് നെഗറ്റീവ് നമ്പറും BX കൂടിയാൽ അത് പോസിറ്റീവ് നമ്പറും. അത് കഴിഞ്ഞിട്ട് ജമ്പ് നെക്സ്റ്റ് വന്നു, SI 2 ആക്കുന്നു. അപ്പം അടുത്തതിലോട്ട് നമ്മുടെ അറേയുടെ അടുത്ത മെമ്മറി ലൊക്കേഷനിലോട്ട് SI പോയിന്റ് ചെയ്യുന്നു, കൗണ്ട് കുറയ്ക്കുന്നു. അങ്ങനെ കൗണ്ട് 0 ആവുന്നിടം വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് ഡോസ് പ്രോംപ്റ്റിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മൂവ് AH4CH × 21H എന്ന് പറഞ്ഞ കോഡ് എല്ലാ പ്രോഗ്രാമിലും എഴുതണം. പിന്നെ കോഡ് എൻഡ് സ്റ്റാർട്ട്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് ഫ്രം എ ഗിവൺ സീരീസ് ഓഫ് സൈൻഡ് നമ്പേഴ്സ് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. താങ്ക്